നമസ്കാരം. ഇന്ന് ചെമ്മീൻ കറിയാണ് കേട്ടോ, തേങ്ങ അരച്ച്. അതിന് ഇഞ്ചി, കുഞ്ഞുള്ളി, ചെമ്മീൻ നന്നാക്കിയത്, തേങ്ങ, മഞ്ഞൾപ്പൊടി, ഉപ്പ്, മുളക് പൊടി, കൊടംപുളി, പിന്നെ വെള്ളം. ഇത്രയാണ് കേട്ടോ വേണ്ടത്. ആദ്യം മിക്സിയിൽ തേങ്ങ ഇട്ടിട്ട് ഇഞ്ചിയും കൂടി ഇട്ടിട്ട് പിന്നെ കുറച്ച് മുളക് പൊടി, മഞ്ഞൾപ്പൊടി എല്ലാം ഇട്ടിട്ട് വെള്ളം ഒഴിക്കണം കേട്ടോ. ആവശ്യത്തിനുള്ള വെള്ളം, നമുക്കത്ര ചാറ് വേണ്ട, അതിന് കണക്കായ വെള്ളം ഒഴിച്ചിട്ട് ജസ്റ്റ് അടിച്ചെടുക്കുക. അടിച്ചെടുത്തതിന് ശേഷം ചട്ടിയിൽ ഈ മിക്സ് ഒഴിച്ച് വെച്ചിട്ട് ഇതിൽ കുറച്ചുകൂടി വെള്ളം ഒഴിക്കുന്നുണ്ട് കേട്ടോ, ഈ മിക്സിൻ്റെ അതിൽ തന്നെ. എന്നിട്ട് ആ വെള്ളവും കൂടി ഇതിലൊഴിച്ചിട്ട് നമുക്ക് ആവശ്യമായ ചാറാക്കുന്നുണ്ട് കേട്ടോ. ഇതിൽ ആവശ്യമായ ചാറ് വെച്ചിട്ടുണ്ട്, വെള്ളമാക്കിയിട്ടുണ്ട്. പിന്നെ കുറച്ച് ഉപ്പും കൂടി ഇടുക, നമ്മൾ ആവശ്യത്തിനുള്ള ഉപ്പും. 2 കുടംപുളി ഇല്ലേ, അതും കൂടി ഇട്ട്. ഞാനിപ്പോൾ കുറച്ച് ചെമ്മീൻ കറി ആക്കുന്നില്ല കേട്ടോ. ഈ മിക്സ് തിളച്ച് വന്നതിന് ശേഷം നമ്മളെ ചെമ്മീൻ നന്നാക്കി വെച്ചില്ലേ, അതും കൂടി ഇട്ടിട്ട് നന്നായിട്ട് ചൂടാക്കുക. നന്നായിട്ട് തിളക്കട്ടെ, അടച്ച് വെച്ച് വേവിച്ചോട്ടോ. അടച്ച് വെച്ച് ചെമ്മീൻ നന്നായിട്ട് വേവട്ടെ. വെന്തതിന് ശേഷം ഇത് നന്നായിട്ട് തിളക്കുന്നുണ്ട് കേട്ടോ. തിളച്ചതിന് ശേഷം നമ്മൾ കുറുകി വരുന്നുണ്ടോ നോക്കുക. ഞാൻ കുറച്ച് ചാറുള്ള രീതിയിലാട്ടോ ആക്കുന്നത്. ഇത് നമ്മളെ ചെമ്മീൻ കറി ഏകദേശം റെഡി ആയിട്ടുണ്ട്. അതിന് നമുക്ക് വറുത്തിടാനുള്ള ഏർപ്പാട് വെക്കാം. അതിന് പാൻ ചൂടാക്കിയിട്ട് അതിൽ വെളിച്ചെണ്ണ വെച്ചിട്ട് കുഞ്ഞുള്ളി റൗണ്ടിൽ അരിഞ്ഞ് വെച്ചതാണ് ഞാൻ വറുത്തിടുന്നത്. അത് നന്നായിട്ട് ചുവന്ന് വരണം കേട്ടോ. വഴറ്റിയിട്ട് അത് ചുവന്ന് വന്നിട്ടുണ്ട്. പിന്നെ നമ്മളെ കറിയില്ലേ, അടച്ച് വെച്ച കറിയിലേക്ക് അതെടുത്ത് ഒഴിക്കുവന്നേ. വറുത്തിട്ട് വെക്കുന്നത് നമ്മളെ സിമ്പിളായിട്ടുള്ള ചെമ്മീൻ കറിയാണ്. അധികം പണിയേ ഇല്ല. എന്നാൽ തേങ്ങ അരച്ച കറി ആയതുകൊണ്ട് നമുക്ക് ചൂടാക്കി ഉപയോഗിക്കുകയും ചെയ്യാം. കറക്റ്റായിട്ട് ആയിട്ടുണ്ട് കേട്ടോ ചെമ്മീൻ കറി. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണേ. എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന ചെമ്മീൻ കറിയാണ്, അധികം പണിയൊന്നുമില്ല. അപ്പോൾ താങ്ക് യു.